ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാഷ് ഡിസൈൻ ഷൈൻ. ഈ കാണുന്ന ഡ്രസ്സൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ചെറിയ കിഡ്സിനുള്ളതും വലിയ ആൾക്ക് ചെയ്തതുമായ ഞാൻ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റായിട്ടൊരു ചൂൽദാറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയാണിത്. അപ്പോൾ 4 സൈഡിലും സ്കാലപ്പിംഗ് ചെയ്തിട്ടുള്ള ഹാൻഡ് കൊണ്ടാണ്, കൈ കൊണ്ട് തന്നെ സ്കാലപ്പിംഗ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ ഇതിന് ജോർജറ്റാണ് ഞാൻ ഫാബ്രിക് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഷൈനിങ് എഫക്റ്റ് വരുന്ന ഫാബ്രിക്കാണ് ടോപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ യോക്ക് പോർഷനിൽ പാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നെറ്റ് ഫാബ്രിക് ഉപയോഗിച്ചാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ബോട്ടം പാർട്ടിലും ടോപ്പിൻ്റെ ഏറ്റവും താഴെ പാർട്ടിലും ആ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്രയാണ്. ഫാൻറ്റ് അൺസ്റ്റിച്ചഡാണ്. ഫാബ്രിക് അത് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു കളറിലേക്ക് മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഞാൻ ഇതിന് ഫാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ കാണിക്കുന്ന ആദ്യത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതിനു മുമ്പ് ഔട്ട്ഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഈ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായം സജഷൻസ് കമൻറ്റിൽ ചെയ്യാം. വീഡിയോ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ചുള്ളതും. നിങ്ങൾക്ക് ഇതുപോലുള്ള ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നെക്സ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിമ്പിൾ ചുരിദാർ ടോപ്പ് ആൻഡ് പാൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോട്ടനാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഫാൻറ്റിൻ്റെ മെറ്റീരിയൽ ജോർജറ്റാണ് വരുന്നത്. ഫാൻറ്റിൻ്റെ മെറ്റീരിയൽ ക്രേപ്പാണ് വരുന്നത്. ഇപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ മുഴുവനായിട്ടും ഒരു ബ്ലാക്ക് ടച്ച് വരുന്നുണ്ട്. പിങ്കും വൈറ്റും ആൻഡ് ബ്ലാക്ക് ടച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്ലീവിൻ്റെ എൻഡിൽ ബ്ലാക്ക് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഷാള് പിങ്കോ വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ ഷാള് ഇതിലേക്ക് മാച്ചാകും. അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. ഇപ്പോൾ പെട്ടെന്നൊന്നും കളർ പോകത്തൊന്നുമില്ല. ഇപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇടാൻ നല്ല കംഫർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ വെച്ച് കാണിക്കാം. ഇപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ഔട്ട്ഫിറ്റിനെ അത്രയും മെച്ചപ്പെടുത്തുന്നത്. ഇപ്പോൾ ഷൈനിങ് ആണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ അത്ര കാണുന്നില്ല. ഇതിൻ്റെ ഡയറക്റ്റ് നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം. നെക്സ്റ്റ് കിഡ്സിൻ്റെ 2 ഐറ്റംസാണ് കാണിക്കുന്നത്. ടിങ്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ബ്ലാക്കിലാണ് വരുന്നത്. ഇതിൻ്റെ ഫാബ്രിക് അടിപൊളിയാണ്. അപ്പോൾ ഓൾറെഡി ഇത് ഡിസൈൻ ചെയ്തതല്ല, ഓൾറെഡി ഇങ്ങനെയാണ് ഫാബ്രിക്കിൽ വരുന്നത്. നിറയെ കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നെറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. ലോങ് ഫ്രോക്കല്ല, ഷോർട്ട് എൽബോ വരെയുള്ള ഫ്രോക്കാണ്. എൽബോന്ന് കുറച്ച് താഴെ വരെയുള്ള ഫ്രോക്കാണ്. ഇപ്പോൾ ബാക്ക് വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനുള്ള. സിമ്പിളായിട്ട് മേക്ക് ചെയ്തതാണെങ്കിലും ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ഇത് വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഒരു നല്ലൊരു കളറുള്ള ബേബി കളറിലുള്ള ലോങ് ഫ്രോക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതും കിഡ്സിനുള്ളതാണ്. ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഫ്രോക്കാണിത്. അപ്പോൾ ഇതും സിമ്പിളായിട്ട് ചെയ്തതാണ്. അനാർക്കലി മോഡലാണ്. 3/4 സ്ലീവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും ബാക്ക് ടൈ ചെയ്യാനുള്ള വള്ളി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഭാഗം ജസ്റ്റ് ഒരു പ്ലീറ്റ്സ് ചെയ്തിട്ടാണ്
കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന മറ്റൊരു മോഡൽ ഡ്രസ്സാണ് ഇത്. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഫ്രണ്ട് യോക്ക് പോർഷനിൽ ഷോൾഡറിൽ നിന്നും വേസ്റ്റ് പാർട്ട് വരെ ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇതും കിഡ്സ് നിറ്റിങ്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഹാൻഡ് വർക്ക് ഞാൻ കൈകൊണ്ട് ചെയ്ത വർക്കാണ്. യോക്ക് പോർഷനിൽ ജസ്റ്റ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം പാർട്ട് വരുന്നത് ഫാബ്രിക് അതുപോലെ വരുന്ന ഫാബ്രിക്കാണ് ബോട്ടം പാർട്ടിൽ. ഇതിൻ്റെ ബാക്ക് പോർഷനിൽ വള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സിൻ്റെ ജസ്റ്റ് സാമ്യതയുള്ള പോലെ നിങ്ങൾക്ക് തോന്നും. അത് മെറ്റീരിയൽ സെയിം ആണ്. അപ്പോൾ ഈ ഒരു കിഡ്സിൻ്റെ ഈ ഒരു യോക്ക് പോർഷനും ഞാൻ വിയർ ചെയ്തിട്ടുള്ള എൻ്റെ ഡ്രസ്സിൻ്റെ ബോട്ടം പാർട്ടും ഒരേ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ലോങ് അനാർക്കലിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള ബോഡി പാർട്ടാണ് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത്. യോക്ക് പോർഷൻ മുതൽ താഴെ വരെ പ്ലെയിൻ ആണ്. സ്ലീവിനും ഷാളിനും ഒരേ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ത്രെഡ് എംബ്രോയ്ഡറിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷാളിന് 4 സൈഡിലും സ്കാലപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഓൺ സൈഡ് ചെറിയ സ്കാലപ്പിങ്ങും മറ്റേ സൈഡ് കുറച്ച് വലുതായിട്ടുള്ള സ്കാലപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷാളിന് മുഴുവനായിട്ടും ചെറിയ ബൂട്ട എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ വിയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഫുൾ അംബ്രല ഫ്രോക്കാണ്, ലോങ് ഫ്രോക്കാണ് ഇന്നർ പാർട്ടായിട്ടുള്ളത്. അതിന് ഷ്രഗ് ഉപയോഗിച്ചിട്ടുള്ള 3/4 ഷ്രഗാണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് ലോങ് ഫ്രോക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഷ്രഗിന് വേണ്ടി ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ള നല്ല രസമുള്ള ഒരു ഡിസൈനാണ് ഷ്രഗിൻ്റെ ഫാബ്രിക്കിനുള്ളത്. അപ്പോൾ അതിലാണ് ഷ്രഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ ഷ്രഗ് ഉപയോഗിക്കാം, ക്ലോസ് ആയിട്ട് വേണമെങ്കിലും ഷ്രഗ് ഉപയോഗിക്കാം. സെൻട്രലായി ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ച ഔട്ട്ഫിറ്റിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം സജഷൻസൊക്കെ കമൻറ്റിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.